ലാലേട്ടന്റെ ബ്രഹ്മാണ്ഡ ചിത്രം പുലിമുരുകൻ 100 കോടി ബോക്സ് ഓഫീസിൽ നേടിയതിന്റെ സന്തോഷത്തിലാണ് അണിയറ പ്രവർത്തകർ. ഒക്ടോബർ 7 റിലീസ് ചെയ്ത ചിത്രം തുടക്കം മുതൽ മലയാളത്തിലെ സകല റെക്കോർഡുകളും തകർത്താണ് ബോക്സ് ഓഫീസിൽ മുന്നേറിയത്. റിലീസ് ചെയ്ത 35 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ചിത്രത്തിന്റെ ഈ സുവർണ നേട്ടം. മലയാളത്തിൽ ആദ്യമായി ഏറ്റവും വേഗത്തിൽ 100 കോടി കവിഞ്ഞ ചിത്രമായിരിക്കും പുലിമുരുകൻ. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോഴാണ് ഇത്. പുലിമുരുകന്റെ 100 കോടി വിജയത്തിന്റെ സന്തോഷം ലാലേട്ടൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു. സംവിധായകൻ വൈശാഖ്, പ്രൊഡ്യൂസർ ടോമിച്ചൻ മുളകുപാടം, സ്റ്റണ്ട് കൊറിയോഗ്രാഫർ പീറ്റർ ഹേൻ, തിരക്കഥാകൃത്ത് ഉദയ് കൃഷ്ണ, ഛായാഗ്രാഹകൻ ഷാജി, ചിത്രത്തിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. പുലിമുരുകന് പിന്നിലുണ്ടായ ഉത്സാഹവും ആവേശവും എല്ലാവരിൽ നിന്നും ഒരുപോലെ സാധ്യമായാൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് സംവിധായകൻ വൈശാഖ് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. പുലിമുരുകന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് തമാശയായി സംസാരിക്കുകയുണ്ടായി എന്നും എല്ലാ കാര്യങ്ങളും ശരിയായി വന്നാൽ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും വൈശാഖ് പറയുന്നു. എന്തായാലും പുലിമുരുകൻ 100 കോടി ക്ലബിൽ ഇടം നേടിയ സ്ഥിതിക്ക് രണ്ടാം ഭാഗത്തിന് വകയുണ്ടാകുമെന്ന് ഫിൽമി ചട്നിയും പ്രതീക്ഷിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഫിൽമി ചട്നി അറിയിക്കൂ.